കോട്ടയം ഈരാറ്റുപേട്ട നഗരസഭയിൽ UDF വെൽഫെയർ പാർട്ടി സഖ്യം 2 വാർഡുകളിൽ UDF പിന്തുണയിൽ വെൽഫെയർ പാർട്ടി മത്സരിക്കും. ഇത് സംബന്ധിച്ച് സ്ഥാനാർത്ഥി പോസ്റ്ററും പുറത്തിറങ്ങി. എന്നാൽ വിവരം അറിഞ്ഞിട്ടില്ലെന്നാണ് UDF ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, കഴിഞ്ഞ തവണയും UDF വെൽഫെയർ പാർട്ടി ധാരണയുണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷേ ഇത്തവണ ഇതൊന്നും ഉണ്ടാകില്ല എന്ന് കോൺഗ്രസും ലീഗും UDFും മൊത്തത്തിൽ തന്നെ വ്യക്തമാക്കിയതാണ്. എന്നിട്ടും ഈ പോസ്റ്റർ പുറത്തു വരുമ്പോഴും ഇത് വിഷയം അറിഞ്ഞിട്ടില്ല എന്നാണോ ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം? തീർച്ചയായും തങ്ങൾക്കൊന്നും അറിയില്ല എന്ന നിലപാട് തന്നെയാണ് ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് അവർ തയ്യാറായിട്ടുമില്ല. എന്തായാലും വെൽഫെയർ പാർട്ടി ഇത് സംബന്ധിച്ചുള്ള പോസ്റ്ററുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ UDF പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് 6-ാം വാർഡിലും ഒപ്പം തന്നെ 13-ാം വാർഡിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. റൈന ടീച്ചർ 6-ാം വാർഡിലും സുറുമി യൂസഫ് 13-ാം വാർഡിലും മത്സരിക്കുമെന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വെൽഫെയർ പാർട്ടി നേതൃത്വം ഇക്കാര്യം സമ്മതിക്കുന്നുണ്ട്. അതായത് ഈ പ്രധാനപ്പെട്ടത് ഇത്തവണ ഇങ്ങനൊരു സഖ്യമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴാണ് ഇങ്ങനൊരു നിലപാടുമായി പ്രാദേശിക കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇനിയും എന്താണ്, ഇത് പിൻവലിക്കാൻ UDF തയ്യാറാകുമോ, അവിടെ മറ്റ് ലീഗിന്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ ഒക്കെ സ്ഥാനാർത്ഥികൾ വരുമോ എന്ന കൗതുകമാണ് ഇനി ബാക്കിയുള്ളത്. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാട്ടി, പ്രത്യേകിച്ച് ഈരാറ്റുപേട്ടയിൽ കൂടുതലും മത്സരിക്കുന്നത് മുസ്ലിം ലീഗൊക്കെയാണ്. അവിടെ അതുകൊണ്ട് തന്നെ ലീഗുമായാണ് വെൽഫെയർ പാർട്ടി ധാരണയിൽ എത്തിയിരിക്കുന്നത് എന്ന തരത്തിലുള്ള ചില വാദങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഇതുവരെ നേതൃത്വങ്ങൾ ഈ വിഷയത്തിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ജി ശ്രീജിത്ത് വിവരങ്ങൾ നൽകി.